നമ്മുടെ യുവാക്കളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബൈക്ക് സ്റ്റണ്ടിങ്. നമ്മുടെ നാട്ടിൽ MVD കണ്ടാൽ പെറ്റിയടിക്കുമെങ്കിലും ഈ ഇനത്തിൽ ഒരു ലോക റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ സൈനികർ. ആർമി സർവീസ് കോർപ്സിന്റെ ബംഗളൂരുവിലെ സൈനികരാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഹവീൽദാർ മനീഷ് റെക്കോർഡ് ബുക്കിലേക്കാണ് ഈ സൈനികന്റെ പ്രയാണം. ഏറ്റവും കൂടുതൽ ദൂരം ബൈക്ക് വീലിംഗ് നടത്തിയാളെന്ന ലോക റെക്കോർഡ് 2 കിലോമീറ്ററിലധികം ദൂരം താണ്ടി മനീഷ് സ്വന്തമാക്കി. മറികടന്നത് സ്വീഡന്റെ ഏലിയറ്റ് ഗ്രൊണാദലിന്റെ പേരിലുള്ള 918.24 मीटर. रिकॉर्ड ब्रेक किया, मुझे बहुत अच्छा लग रहा है. जो मेरी टीम ने सपोर्ट किया और जो जैसे हम प्रैक्टिस करते थे, काफ़ी प्रैक्टिस करके हम यहाँ तक पहुँचे, तो बहुत ही अच्छा लग रहा है. आगे और जैसे और रिकॉर्ड ब्रेक होंगे उसके बाद फिर हम प्रैक्टिस करके आगे रिकॉर्ड ब्रेक करते रहेंगे और ऐसे इवेंट करते रहेंगे. സീപ്പോയ് സുമിത് തോമർ കൈകൾ ഒട്ടും ഉപയോഗിക്കാതെ എഴുന്നേറ്റ് നിന്ന് 1715.4 മീറ്റർ ദൂരം പിന്നിട്ടതോടെ മറ്റൊരു സ്വീഡൻകാരൻ്റെ റെക്കോർഡ് കൂടി പഴങ്കഥയായി. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷമാണ് സൈനികർ അഭ്യാസ പ്രകടനത്തിലൂടെ റെക്കോർഡിട്ടത്. हमारा लगभग 3-4 महीने से चल रहा था. बीच बीच में कभी नहीं होता था, मतलब चल 4-5 महीने से रहा था. इधर क्राउड को देख के थोड़ा हौसला बढ़ा, तो मैं सोच तो पहले भी रखा था मगर पर क्या नहीं, और हौसला मिल गया मेरे को. टारगेट से आगे मैं कवर कर गया था, तो इसलिए मैं थोड़ा और आगे चला गया. പിന്തിരിഞ്ഞിരുന്ന് 320 കിലോമീറ്റർ ദൂരം വണ്ടിയോടിച്ച് സുബേദാർ SS പ്രദീപും റെക്കോർഡ് ബുക്കിൽ ഇടം നേടി. ആർമി സർവീസ് കോർപ്സിന്റെ 264ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബംഗളൂരുവിൽ ലോക റെക്കോർഡ് പ്രകടനം സംഘടിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. തത്സമയം ശ്രീധരൻ KB ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്ന്, ആദ്യം ഇവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, ഈ സൈനികർക്ക് ബൈക്ക് സ്റ്റണ്ടിങ് ആകാമെങ്കിൽ നമുക്കായാൽ എന്താ എന്നൊരു ചോദ്യമായിരിക്കും ഏതൊരു സാധാരണ യുവാവിൻ്റെയും ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു ചോദ്യം. അക്കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരുത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ശ്രീധരൻ. മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മുടെ യുവാക്കൾ ചെയ്യുന്ന പോലെ ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്തോ ഒന്നുമല്ല ഈ ഒരു അഭ്യാസ പ്രകടനങ്ങൾ നടന്നത്. ഇത് ചെന്നൈ ബംഗളൂരു ഹൈവേയിലാണ് ഈ അഭ്യാസ പ്രകടനം നടന്നത്. ആ ഹൈവേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ആ ഭാഗമൊക്കെ വളച്ചു കെട്ടിയാണ് ഈ ലോക റെക്കോർഡ് പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാവാൻ പാടില്ല അവർക്കാവാം എന്നുള്ള ഒരു പതിവ് പല്ലവി ഇതിൽ ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇതാരും അനുകരിക്കരുത്. ഇത് 1-2 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല. 6-7 വർഷത്തെ പരിശീലനം കൊണ്ടാണ് ഈ പറഞ്ഞ 3 സൈനികരും ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. അതും ഒരു ലോക റെക്കോർഡ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു പ്രകടനങ്ങൾ. ഇതിൽ ഓരോരുത്തരെയും പ്രകടനം എടുത്താൽ എത്രയായിരുന്നു നിലവിലെ റെക്കോർഡ്, അതിൻ്റെ 3 ഇരട്ടി ദൂരം പിന്നിട്ടാണ് ഇവരെല്ലാം തന്നെ ഈ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്. ഈ ഹവീൽദാർ മനീഷ്, അദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന റെക്കോർഡ് എന്നുള്ളത് 918.4 മീറ്റർ ദൂരം വീലിംഗ് നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം സ്വീഡൻകാരൻ്റെ പേരിലായിരുന്നു ആ റെക്കോർഡ്. ആ റെക്കോർഡ് അദ്ദേഹം മറികടന്നത് 2 കിലോമീറ്റർ, ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ വീലിംഗ് നടത്തി പോയിട്ടാണ്. അതുപോലെ തന്നെ സിപ്പായി തോമർ, അദ്ദേഹം ഈ റെക്കോർഡ് ഇട്ടത് അതിനു മുൻപ് 580 മീറ്റർ പോയിരുന്നെങ്കിൽ ഇപ്പോൾ 1715 മീറ്റർ ഇങ്ങനെ കൈവിട്ട് എഴുന്നേറ്റ് നിന്ന് ബൈക്ക് സ്റ്റണ്ടിങ് നടത്തിയാണ് അദ്ദേഹം റെക്കോർഡ് ഇട്ടത്. അതുപോലെ പിന്തിരിഞ്ഞിരുന്ന് ബുള്ളറ്റ് ഓടിക്കുക, ഇങ്ങനെയുള്ള വളരെ റിസ്ക്കുള്ള അഭ്യാസ പ്രകടനങ്ങളിലാണ് ഈ നമ്മുടെ സൈനികരെല്ലാം തന്നെ റെക്കോർഡ് ഇട്ടത്. ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാം, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, വല്ലാത്ത പരിശീലനം ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ ആർമി സർവീസ് കോർപ്സിൻ്റെ ഒരു വിഭാഗം ആണ് ടൊർണാഡോസ് എന്നുള്ളത്. നമ്മൾ ഈ റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ ബൈക്കിൽ അഭ്യാസ പ്രകടനവുമായി ഒരു ബുള്ളറ്റിന് മുകളിൽ 4-5 പേരൊക്കെ മുകളിൽ കയറി നിന്ന്
പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ടീമാണ് ടൊർണാഡോ എന്നുള്ളത്. ആ ടൊർണാഡോയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അഭ്യാസ പ്രകടനം ബംഗളൂരുവിൽ സംഘടിപ്പിച്ചത്. അഭിമാനകരമായ നേട്ടമാണ് ശ്രീധരൻ അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. എല്ലാ സൈനികർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ സൈനികരുടെ ധീരതയെക്കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചും മറ്റൊരാൾക്കും സംശയമില്ലാത്തതാണ്. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഒപ്പം നമ്മൾ ഇരുവരും പറഞ്ഞതുപോലെ അവർക്കൊക്കെ ആകാം, നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. കാലങ്ങളുടെ പ്രയത്നത്തിനൊടുവിൽ വളരെ പ്രത്യേകമായ ഒരു മേഖല അവർക്ക് വേണ്ടി മാത്രം കെട്ടിയടച്ചൊരുക്കി അവിടെയാണ് ഈ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. ശ്രീധരന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.